ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം രാജ്യം പുതിയൊരു രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയിലായിരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ സംഘർഷത്തിന്റെ കരുനിഴൽ വീണിരിക്കുന്നു. ദീർഘകാലം നിലനിന്ന ആഭ്യന്തര യുദ്ധം അവസാനിക്കുമ്പോൾ സിറിയയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിരതാമസമാക്കിയ ഡ്രൂംസ് സമുദായം പുതിയ ഭരണകൂടത്തിന് ഒരു കടുത്ത വെല്ലുവിളിയായി മാറുകയാണ്. സിറിയയുടെ പുതിയ ഭരണാധികാരിയായ അഹമ്മദ് അൽ ഷാറ രാജ്യത്തെ എല്ലാ സായുധ ഗ്രൂപ്പുകളെയും പിരിച്ചുവിട്ട് ഏകീകൃത ദേശീയ സൈന്യത്തിന്റെ ഭാഗമാകാൻ ആവശ്യപ്പെട്ടതോടെയാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഡ്രൂംസ് വിഭാഗം പ്രകടിപ്പിച്ച ചെറുത്തുനിൽപ്പും അതിന് ഇസ്രയേൽ നൽകിയ പരസ്യ പിന്തുണയും ഈ പ്രതിസന്ധിയെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കേവലം ഒരു ആഭ്യന്തര വിഷയത്തിനപ്പുറം ഇസ്രയേൽ, ഇറാൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിസന്ധി മേഖലയിൽ ഒരു പുതിയ സംഘർഷമുഖം തുറക്കുമെന്ന ഭയം വർദ്ധിക്കുകയാണ്. ഡ്രൂംസ് ഒരു പ്രത്യേക മതവിഭാഗമാണ്. അവരുടെ മതം ഏകദൈവ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും അതിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. സിറിയ, ലെബനൻ, ഇസ്രയേൽ എന്നിവിടങ്ങളിലാണ് അവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സിറിയയിൽ സുവിദ പ്രവിശ്യയിൽ ഭൂരിപക്ഷം ഡ്രൂംസ് വിഭാഗക്കാരാണ്. ഈ പ്രദേശം ഒരു കാലത്ത് ജബൽ അൽ ഡ്രൂസ് പർവ്വതനിരകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചരിത്രപരമായി തന്നെ ഡ്രൂസ് വിഭാഗം തങ്ങളുടെ സ്വയംഭരണാധികാരത്തിനും സ്വത്വത്തിനും വേണ്ടി പോരാടിയവരാണ്. ഫ്രഞ്ച് കോളനി ഭരണത്തിനെതിരെ 1925 നടന്ന സിറിയൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡ്രൂസ് വിഭാഗത്തിലെ സുൽത്താൻ അൽ അത്രാഷ് ആയിരുന്നു. ഈ സംഭവം അവരുടെ ദേശീയ വികാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹത്തിന്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നുണ്ട്. ആഭ്യന്തര യുദ്ധത്തിന് മുൻപും അസദ് ഭരണകൂടം ഡ്രൂസ് മേഖലയിൽ പൂർണ്ണമായ സൈനിക നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ആഭ്യന്തര യുദ്ധകാലത്ത് സുവിദയിലെ ഡ്രൂസ് വിഭാഗം ഒരു നിർണായക നിലപാടാണ് സ്വീകരിച്ചത്. അവർ അസദ് ഭരണകൂടത്തോട് പൂർണ്ണമായും കൂറു പുലർത്തുകയോ അതല്ലെങ്കിൽ വിമത ഗ്രൂപ്പുകളോടൊപ്പം ചേരുകയോ ചെയ്തില്ല. പകരം അവർ തങ്ങളുടെ പ്രദേശത്തെ സായുധ മിലിഷ്യകളെ സംഘടിപ്പിക്കുകയും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദി ഗ്രൂപ്പുകളിൽ നിന്നും തങ്ങളുടെ അതിർത്തികളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. സൈനിക സേവനത്തിനായി യുവാക്കളെ നിർബന്ധിച്ച് റിക്രൂട്ട് ചെയ്യാനുള്ള അസദ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ അവർ പലപ്പോഴും ചെറുത്തു. ഈ സ്വയംഭരണാധികാരമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി അവരുടെ അസ്തിത്വം നിലനിർത്താൻ സഹായിച്ചത്. അസദ് ഭരണകൂടം വീണതിനു ശേഷം പുതിയ സിറിയൻ ഭരണകൂടം എല്ലാ സായുധ ഗ്രൂപ്പുകളെയും ദേശീയ സൈന്യത്തിൽ ലയിപ്പിക്കാൻ ഉത്തരവിട്ടത് ഡ്രൂസ് വിഭാഗത്തിന് വലിയ ആശങ്കയുണ്ടാക്കി. തങ്ങളുടെ സ്വയംഭരണാധികാരം ഇല്ലാതാക്കാനുള്ള ശ്രമമായിട്ടാണ് ഡ്രൂസ് ഇതിനെ കാണുന്നത്. ജനുവരിയിൽ ഡ്രൂസ് ഗ്രൂപ്പുകളും പുതിയ ഭരണകൂടവും തമ്മിൽ പ്രാദേശിക തലത്തിൽ ഒരു കരാറിലെത്തിയിരുന്നു. ഈ കരാർ പ്രകാരം ഡ്രൂസ് മിലിഷ്യകൾ ആയുധങ്ങൾ സമർപ്പിക്കുകയും തങ്ങളുടെ നേതാക്കളെ അംഗീകരിക്കുകയും ഭരണകൂടം സുവിധയിൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം. എന്നാൽ ഈ കരാർ നടപ്പിലാക്കുന്നതിൽ ഭരണകൂടം കാലതാമസം വരുത്തിയെന്നാണ് ഡ്രൂസ് വിഭാഗം ആരോപിക്കുന്നത്. അതിനിടയിൽ ഡ്രൂസ് ബെഡൂയിൻ ഗോത്രങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളെ തുടർന്ന് സർക്കാർ സൈന്യം ഡ്രൂസ് മേഖലയിലേക്ക് ബലപ്രയോഗത്തിലൂടെ പ്രവേശിക്കാൻ ശ്രമിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇതോടെ തങ്ങളുടെ പരമ്പരാഗതമായ സ്വയംഭരണാധികാരം സംരക്ഷിക്കാൻ ഡ്രൂസ് വിഭാഗം വീണ്ടും ആയുധമെടുത്തു. സുവിധയിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിക്കുകയും ഡ്രൂസ് സായുധ ഗ്രൂപ്പുകൾ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇത് സിറിയയുടെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചു എന്ന പൊതുധാരണയെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്കുള്ള സൂചന നൽകി. ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കിയത് ഇസ്രയേലിന്റെ പരസ്യമായ ഇടപെടലാണ്. പലസ്തീൻ, ലെബനൻ തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളുള്ള ഇസ്രയേൽ സിറിയൻ വിഷയത്തിൽ ഡ്രൂസ് വിഭാഗത്തിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇസ്രയേലിൽ ഗണ്യമായ എണ്ണം ഡ്രൂസ് പൗരന്മാരുണ്ട്. അവർ ഇസ്രയേൽ പ്രതിരോധ സേനയിലും രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ്. സിറിയയിലെ ഡ്രൂസും തങ്ങളുമായിട്ടുള്ളത് കുടുംബ ബന്ധമാണെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ ഡ്രൂസിന് ദോഷം സംഭവിക്കുന്നത് തടയാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് വ്യക്തമാക്കി. ഈ പ്രസ്താവന സിറിയയുടെ പുതിയ ഭരണകൂടത്തിന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. സിറിയയിലെ ഡ്രൂസിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ അത് ഇസ്രയേലുമായി നേരിട്ടുള്ള സൈനിക സംഘർഷത്തിന് കാരണമാകുമെന്ന ഭീഷണി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഭീഷണിക്ക് ഒരു ചരിത്രപരമായ കാരണമുണ്ട്. 1973 യോം കിപ്പൂർ യുദ്ധത്തിൽ സിറിയൻ സൈന്യത്തിലെ ഉയർന്ന റാങ്കിലുള്ള ഡ്രൂസ് ഉദ്യോഗസ്ഥർ ഇസ്രയേലിനെതിരെ പോരാടാൻ വിസമ്മതിച്ച ചരിത്രമുണ്ട്. സിറിയൻ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്രയേലിനെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം ഇസ്രയേലിന്റെ ഈ നിലപാട് സിറിയയിലെ റഷ്യയുടെയും ഇറാന്റെയും താല്പര്യങ്ങളെയും സ്വാധീനിച്ചേക്കാം. അസദിന്റെ പതനത്തിന് ശേഷം സിറിയൻ ഭരണകൂടം ഇറാന്റെ താല്പര്യങ്ങളോട് കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ സ്വാധീനം ചെറുക്കാൻ ഇസ്രയേൽ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഡ്രൂസ് വിഷയത്തിൽ ഇസ്രയേൽ നടത്തുന്ന ഏത് സൈനിക നീക്കവും സിറിയയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഇസ്രയേൽ കരുതുന്നുണ്ട്. അതുകൂടാതെ ലെബനനിലെ ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഡ്രൂസ് മിലിഷ്യകളെ സ്വാധീനിക്കാൻ ഈ നീക്കം സഹായിച്ചേക്കാം. ഈ പ്രതിസന്ധി സിറിയൻ ഭരണകൂടത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ്.
ദീർഘകാലം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രാജ്യത്തെ സ്ഥിരതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പുതിയ ഭരണകൂടം ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ ഭീഷണിയും മറുഭാഗത്ത് സ്വയംഭരണാധികാരം ആഗ്രഹിക്കുന്ന ഒരു ശക്തമായ ആഭ്യന്തര വിഭാഗത്തെയും നേരിടുന്നു. ഡ്രൂസ് വിഭാഗത്തെ സൈനികമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അത് അവരുടെ അതിർത്തി കടന്നുള്ള സൈനിക നടപടികൾക്കും അതുവഴി ഒരു വലിയ പ്രാദേശിക സംഘർഷത്തിനും സാധ്യതയുണ്ട്. മറിച്ചാണെങ്കിൽ ഡ്രൂസ് വിഭാഗത്തിന് സ്വയംഭരണാധികാരം നൽകുന്നത് മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കും പ്രചോദനമാകുമെന്നും അത് രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുമെന്നും ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ സിറിയയിലെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചുവെന്ന് ലോകം വിശ്വസിക്കുമ്പോൾ അത് പുതിയൊരു പോർമുഖം തുറക്കുകയാണ്. ഡ്രൂസ് വിഭാഗം അവരുടെ ചരിത്രപരമായ സ്വത്വത്തിന് വേണ്ടിയും സ്വയംഭരണാധികാരത്തിന് വേണ്ടിയും നടത്തുന്ന ചെറുത്തുനിൽപ്പും അതിന് ഇസ്രയേൽ നൽകുന്ന പിന്തുണയും ഈ മേഖലയെ വീണ്ടും അസ്ഥിരമാക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടാമെന്നും അത് ഭാവിയിൽ ഈ മേഖലയിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം.